ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് കാലിൽ മുടന്തുള്ളവൻ ഒരു കാലിൽ മുടന്തുള്ളവനെ കാണുന്ന സമയത്ത് കളിയാക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന ഹണി റോസിന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ഫീൽഡിൽ മലയാള സിനിമയിൽ നിലനിൽക്കുന്ന മറ്റൊരു നടി, ഈ പറയുന്ന ഫറാ ഷിബില എന്ന് പറയുന്ന നടി ഹണി റോസിനെതിരെ വിമർശനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ്. ഇപ്പോൾ അവർ സപ്പോർട്ടും അതിൻ്റെ കൂടെ വിമർശനം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ വിമർശനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത് എന്നുള്ളത്. അവർ കൃത്യമായി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹണി റോസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തികൾ, ഇപ്പോൾ പരാതി കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമായിട്ട് അവർക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തികൾ അത്ര നിഷ്കളങ്കമായിട്ട് തോന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ചരിഞ്ഞു നിന്നും അല്ലെങ്കിൽ ഒഴിഞ്ഞു നിന്നൊക്കെ ഈ എങ്ങനെയാണോ ഈ പറയുന്ന ബോഡി ഷേപ്പൊക്കെ കാണുന്ന തരത്തിലേക്കുള്ള വീഡിയോകളൊക്കെ വന്നത് അല്ലെങ്കിൽ ഇട്ടിട്ടുള്ളത്, അത് വീണ്ടും വീണ്ടും റീപോസ്റ്റ് ചെയ്ത് ആസ്വദിക്കുന്ന തരത്തിലേക്ക് പോകുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയുന്നതെന്നുള്ള രീതിക്കൊക്കെ ഹണി റോസിനെ ഭയങ്കരമായിട്ട് കുറ്റം പറയുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫറാ ഷിബിലെ കാണാൻ പറ്റുന്നത്. അത് നമുക്കും ശരിയാണെന്നൊക്കെ തോന്നിപ്പോകും കാണുന്ന സമയത്ത്, ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത്. ശരിയാണല്ലോ ഈ പറയുന്നത്, അതത്ര ശരിയായിട്ട് തോന്നുന്നില്ലല്ലോ, ഈ പറയുന്ന കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുകയല്ലേ അല്ലെങ്കിൽ ആൺനോട്ടങ്ങളെ വെച്ച് ബിസിനസ് ചെയ്യുമല്ലേ, ഇതൊക്കെയാണ് ഇവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി ഈ പറയുന്ന ഫറാ ഷിബിലയുടെ അത് കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത്. ഹണി റോസ് ഒന്നും ഇതിൻ്റെ മുന്നിൽ ഒന്നും അല്ലാന്ന് തോന്നിപ്പോയ ഒരു സംഭവമാണ്. കാരണം അവരുടെ വസ്ത്രധാരണ ഇതിലും ഭേദമായിട്ടാണ് എനിക്ക് തോന്നിയെന്ന് പറയുന്നത്. ഈ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞത് അതാണ്, ഈ രണ്ട് കാലിൽ മുടന്നുള്ളവൻ ഒരു കാലിൽ മുടന്നുള്ളവനെ കുറ്റം പറയുന്ന രീതി എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഇവരുടെ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ പോസ്റ്റിനകത്ത് താഴെ അവരിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് ആണ്, എൻ്റെ റൈറ്റ് ആണ്, അതിനകത്ത് മറ്റാരും കയറി ചോദിക്കാൻ വരേണ്ട കാര്യമില്ല. ഇത്തരത്തിലാണ് അവരിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോ തരത്തിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വന്തം ശരീരത്തിൻ്റെ കാര്യം വരുമ്പം, സ്വന്തം വസ്ത്രധാരണത്തിൻ്റെ കാര്യം വരുമ്പം ഈ പറയുന്ന ആൺനോട്ടങ്ങളില്ല, അതിലൊരു ബിസിനസ് ഇല്ല, തന്ത്രമില്ല, ഒന്നുമില്ല. അതൊക്കെ തൻ്റെ ശരീരമാണ്, തൻ്റെ ഇഷ്ടമാണ്, തൻ്റെ വസ്ത്രധാരണമാണ്. മറ്റൊരു സ്ത്രീ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് അത് നിഷ്കളങ്കമാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നുവാണ്. അത് ശരിയല്ല, അത് മലയാള സിനിമയിൽ തന്നെ ശരിയല്ല. ഇത്തരത്തിലൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് വള്ളത്തിൽ കാൽ വയ്ക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ കുഴിയിൽ കിടക്കുക എന്നൊരു സംഭവമുള്ളൂ. ഇതാണ് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത്. 2020-21 ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ പറ്റും. അപ്പം മറ്റുള്ളവർക്കും പറയാൻ പറ്റുന്ന കാര്യമാണല്ലോ, ഇത്തരത്തിലുള്ള ആൺനോട്ടങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന സിനിമയിൽ വേഷം മേടിക്കാനുള്ള ഒരു ബിസിനസ് ട്രിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു തന്ത്രമാണോ ഈ പറയുന്ന ഫറാ ഷിബിലെ കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റുന്ന കാര്യമാണോ? ഇവിടെ ഈ പറയുന്ന ഹണി റോസിനെ ഇത്തരത്തിലേക്ക് വ്യാഖ്യാനിക്കാൻ ഫറാ ഷിബിലേക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫറയെ വിമർശിക്കാൻ മറ്റുള്ളവർക്ക് റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമില്ലേ? നമുക്ക് ഒരാൾക്ക് മാത്രമല്ല മറ്റുള്ളവർ വിമർശിക്കാനുള്ളൊരു സാഹചര്യമുള്ള, അല്ലെങ്കിൽ പറയുന്ന വ്യക്തി കൃത്യമായിട്ട് ഇതുപോലത്തെ വസ്ത്രധാരണങ്ങളൊന്നും ധരിക്കാത്ത, അത്രയും മാന്യമായിട്ട് ധരിക്കുന്ന, ആൺനോട്ടങ്ങളെ ഒന്നും മുതലെടുക്കാത്ത, ഇത്തരത്തിലൊരു ബിസിനസ് ട്രിക്കായിട്ട് കാണാത്ത ഒരു വ്യക്തിയായിരിക്കണം. ഇത് ഒരേ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന രണ്ട് നടിമാർ, അതിൽ ഈ പറയുന്ന ഹണി റോസിനെതിരെ ഇത്രത്തോളം മുന്നിലേക്ക് വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് അസൂയ അങ്ങനത്തുള്ള കാര്യങ്ങളിലേക്ക് മാത്രമേ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുള്ളൂ. ഇനി ചിലരുവാണെങ്കിൽ എൻ്റെ താഴെ വന്നിട്ട് ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ PR വർക്ക് നടത്തുന്ന ആൾക്കാർ ചോദിക്കാൻ പറ്റും, ഹണി റോസിനെ കണ്ടിട്ട് എന്തുമാത്രമാണ് ഈ പറയുന്ന അസൂയ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം അവിടെ തന്നെ ഉണ്ട്. അവർ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ഹണി റോസിൻ്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉദ്ഘാടന വേദികളാണെന്ന്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ഉദ്ഘാടനത്തിന് പോകുന്ന സമയത്ത് എത്ര രൂപ കിട്ടുമെന്ന്? നമ്മൾ ഈ പറയുന്ന ചുമ്മാ പോയിട്ട്, അല്ലെങ്കിൽ ഫറാ ഷിബില വിചാരിക്കുന്നത് പോലെ ചിലപ്പം അതായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പോയി നിന്നിട്ട് ചിലപ്പോൾ ഒരു ഉദ്ഘാടന വേദിയിൽ ചെല്ലുന്ന സമയത്ത് 500 രൂപ അല്ലെങ്കിൽ കൂടിപ്പോയാൽ 50,000 10,000 കിട്ടുമെന്നായിരിക്കും ഫറാ ഷിബിലയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു ഉദ്ഘാടനത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ലക്ഷങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരമായിട്ട് ഉദ്ഘാടന വേദികളിലും മറ്റും അവർ പോകാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അത് അവർക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും അവിടെയും കളിയാക്കാൻ കൃത്യമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഫറാ ഷിബിലിനെ ഇത്രത്തോളം ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, എന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നുണ്ട്, ഞാൻ പക്ഷേ പോകുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കും. അതിന് ഏത് തരത്തിലേക്ക് പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന ആൾക്ക് ശരീരത്തെ മുഴുവൻ മൂടി വെച്ച് അത്രയും നല്ല രീതിക്ക് കേരളത്തിൻ്റെതായിട്ടുള്ള തനിമയോടുകൂടിയുള്ള വസ്ത്രധാരണം ചെയ്യുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ പറഞ്ഞതിൽ കുറച്ചെങ്കിലും വസ്തുതയുണ്ടെന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ ഒരു സംഭവത്തിനെ എടുത്തിട്ട് ഒന്നും നോക്കാതെയാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വർ അവിടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ രാഹുൽ ഈശ്വർ ഈ വീഡിയോസോ ഈ ഫോട്ടോസോ ഒന്നും കണ്ടു കാണത്തില്ല, അതിന് മുന്നേ ആയിരിക്കും ഈ പറഞ്ഞു പോയെന്ന് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ഈ പറയുന്ന പെൺശരീരങ്ങളിലെ വടിവോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക്
ഇവിടെ ഇപ്പം പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെൺശരീരങ്ങളിലെ ആകാര വടിവിനെ ഇത്രത്തോളം ഹണി റോസ് വെച്ച് കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റും അങ്ങനെ കുറേ സംഭവങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. എന്തോ അവരുടെ ആകാര വടിവ് അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നില്ല ഈ പണ്ടത്തെ ആൾക്കാർ പോലെ ഈ പറയുന്ന നമ്മൾ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് പണ്ട് നടക്കുമല്ലോ, ആ ഒരു രീതിക്കല്ലല്ലോ വെളിയിലേക്ക് പോകുമ്പോൾ ഉള്ള വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ. അവരുടെ ശരീരത്തിൻ്റെ വടിവ് എങ്ങനെ ഇരിക്കുന്നു, ഏത് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും അത് എക്സ്പോസ് ആവുന്ന രീതിക്ക് തന്നെയായിരിക്കും വസ്ത്രധാരണം വരുന്നതെന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് എനിക്ക് തോന്നുന്നുള്ളൂ സ്ത്രീ ശരീരത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ സ്ട്രക്ചർ കാണാൻ കഴിയുന്ന ഒരു വസ്ത്രധാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നമ്മൾ പറയത്തില്ലേ സെക്സിയും അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാരിയാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ടൊരു നടിയെക്കുറിച്ച് പറയാൻ പറ്റും. ഏറ്റവും ഇത്രയധികം ശരീരവടിവ് ഉണ്ടായിരുന്ന ഒരു നടി എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഈ പറയുന്ന ശ്രീവിദ്യാമ്മ എന്ന് പറയുന്നത്. അത്രയും സുന്ദരിയായിട്ടുള്ള അത്രയും വടിവോട് കൂടിയ ഒരു നടിയെ പിന്നീട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ അമ്മയൊക്കെ ഈ പറയുന്ന സാരി പോലുള്ള വേഷങ്ങൾ ധരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ശരീരവടിവ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനെ വൃത്തിയിട്ട കണ്ടിൽ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിനെ പക്ഷേ ഞാൻ നല്ല എന്ന് പറയുന്നത് അത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അമ്മയുടെ ഐശ്വര്യം കാണുന്ന സമയത്ത് മുഖത്തെ ഐശ്വര്യം പോലും കാണുന്ന സമയത്ത് മറ്റൊരു അങ്ങനൊന്നും വൃത്തികെട്ട രീതിക്കല്ല നമ്മൾ ചിന്തിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അങ്ങനെ എടുക്കാനാണ് എനിക്കിതിനെയൊക്കെ തോന്നിയെന്ന് പറയുന്നത്. അത് നമ്മുടെ ചിന്തയുടെ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമായിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ഈ പറയുന്ന കണക്ക് അവരവർക്ക് അവരുടെ വസ്ത്രധാരണത്തിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരത് ധരിക്കാന്നൊരു സംഭവമാണ്. പക്ഷെ അവരത് ധരിച്ചു അതെനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്ത് വൃത്തികേടും പറയാൻ പറ്റുമെന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. നമുക്ക് അത്രയും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രായത്തിലൊരു മകളോ അല്ലെങ്കിൽ സഹോദരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ എതിർക്കാൻ പറ്റും, അല്ലെങ്കിൽ എതിർക്കാൻ മീൻസ് വിമർശിക്കാൻ പറ്റും. അത് സഭ്യമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. ഇപ്പം ബോബി ചെമ്മണ്ണൂരിനെ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യം ബോബി ചെമ്മണ്ണൂരിനും ഒരു മകളുള്ള അന്ന എന്ന പേരിൽ ഒരു മകളുള്ള കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ വേണമെങ്കിൽ പറയാം അയാളുടെ മോൾ ഇതുപോലത്തെ വസ്ത്രധാരണം ഇട്ടുകൊണ്ടല്ല നടക്കുന്നതെന്ന്. ഈ ഹോർമോൺ ചേഞ്ച് അത്തരത്തിൽ പല കാര്യങ്ങൾ വരുമ്പോൾ ശരീരത്തിന് വീർപ്പിക്കലുണ്ടാവും, ഈ പറയുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും. അത് സ്ത്രീകൾക്ക് മാത്രം അത്തരത്തിൽ അനുഭവപ്പെടുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഹണി റോസ് വെച്ച് കെട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഷേപ്പ് ഒരു പ്രത്യേക രീതിയിലുള്ളതാണ്. ആ ശരീരവടിവിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്ന സമയത്ത് അത് എക്സ്പോസ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നതെന്ന് പറയുന്നത്. അതെല്ലാവരും മറ്റൊരു തരത്തിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിച്ചും കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇവിടുത്തെ കുഴപ്പമാണ്. ഇവിടുത്തെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കണക്ക് ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ശരിക്കും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഈ പറയുന്ന കണക്ക് അവർക്ക് വെളിയിലിറങ്ങാതെയും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാതെയും ഈ പറയുന്ന കണക്ക് ഫറ പറഞ്ഞതുപോലെ ഈ പറയുന്ന അവർക്ക് ഉപജീവന മാർഗ്ഗമല്ലേ എന്നല്ലേ ഇവർ ചോദിക്കുന്നത്. അങ്ങനത്തുള്ള ഈ പറയുന്ന ഉദ്ഘാടന വേദിയിൽ എത്താതിരിക്കാനും ഹണി റോസിന് പറ്റാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ മറ്റൊരു രീതിക്ക് വളച്ചൊടിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിനെന്തെങ്കിലും കുറച്ച് പറയാൻ യോഗ്യതയുള്ളൊരു വ്യക്തിയായിരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറയുന്നത്. അല്ലാത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വില ഉണ്ടാവത്തില്ല എന്നൊരു സംഭവമാണ് വെളിയിലേക്ക് വരുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് ഇത്രയും ഇത് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും സിനിമാ ഫീൽഡിലുള്ള അടക്കം മന്ത്രിമാർ ഉൾപ്പെടെ ഇപ്പം ഹണി റോസിന് സപ്പോർട്ടുമായിട്ട് തന്നെയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഇവിടുത്തെ ചിന്ത പോകുന്നതെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ലെങ്കിൽ ഈ ആൾക്കാർ എത്ര പേരെ ഇങ്ങനെ പോലീസ് കേസ് എടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ട് വരാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാത്തൊരു കാര്യമാണ്. ഈ ആൾക്കാർ ഇത്രയും പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വാസ്തവം കാണുമല്ലോ. വൃത്തികെട്ട കാര്യമല്ല പറയുന്നത്, വസ്ത്രധാരണത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നൊരു കാര്യം. ആ കാര്യത്തിന് പോസിറ്റീവായിട്ട് എടുക്കും എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളതെന്ന് പറയുന്നത്. കാരണം ഇത്രയും ഇതുണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്താഗതി അവർക്കും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അതിലപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഈ പറയുന്നതാണെങ്കിൽ അവരവരുടെ റൈറ്റ്സ് ഉണ്ട്, അവരവരുടെ അവകാശമുണ്ട്. ഫറ ഇട്ടതുപോലെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കാര്യത്തിൽ മാത്രം പറയില്ല ചെയ്യുള്ളത്, എല്ലാവരുടെയും കാര്യത്തിൽ. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വേഷവിധാനം കാണുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് അത്രയും അറിയാവുന്ന ആൾക്കാരാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയാൻ എന്തെങ്കിലും ഒരു റൈറ്റ്സ് ഉള്ള ഇടത്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഉള്ളിടത്താണെങ്കിൽ പറയുക. ഒരു വട്ടം പറയുക, 2 വട്ടം പറയുക. എന്നിട്ട് അവർ ചെവിക്കൊള്ളുന്നില്ലെങ്കിൽ അതങ്ങ് കളയാന്നാണ് പറയുന്നത്. അല്ല അപ്പുറത്തേക്ക് അവരങ്ങനെ ചെയ്തേ പറ്റുമെന്ന് ശാഠ്യം പിടിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. നമ്മുടെ വീട്ടിലുള്ളവർ നേരെയുള്ള വസ്ത്രം ധരിക്കുന്നുണ്ടോ, നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വസ്ത്രം ധരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നതാണല്ലോ. അപ്പുറത്തെ വീട്ടിൽ ഒരാൾ ആരെങ്കിലും വെട്ടിക്കൊന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ നടക്കും, അല്ലെങ്കിൽ അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ വെട്ടിക്കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഉപദേശിക്കാനോ വൃത്തിയോട് പറയാനോ ആരും പോകത്തില്ലല്ലോ. പേടിച്ച് വീട്ടിലിരിക്കില്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരവരുടെ കാര്യം നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുകയോ എല്ലാ കാര്യത്തിലേക്ക് പോവല്ല. അവരുടെ ഈ പറയുന്ന ഇരിക്കുന്ന വസ്ത്രധാരണം മോശമാണെന്ന് സ്വയം ബോധ്യപ്പെടുക എന്നൊരു സംഭവമുണ്ട്. ഇത്രയധികം ആൾക്കാർ പറയുമ്പം അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മാറ്റുമായിരിക്കും. പക്ഷെ ആ മാറ്റുന്ന സംഭവം അവർ പരാതി കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഭാഷ എന്ന് പറയുന്നത് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം 19(1) എന്ന് പറയുന്നത് നൽകുന്നുണ്ട് എന്ന് വെച്ചിട്ട് എന്ത് വൃത്തികേടും ആരെയും കയറി പറയാനുള്ള റൈറ്റ്സ് അല്ല അതെന്ന് പറയുന്നത്. പറയുമ്പോൾ മാന്യമായിട്ടുള്ള ഭാഷയിൽ അത് വിമർശിക്കാം,
ആ വിമർശനങ്ങളെ കൈക്കൊള്ളാനുള്ള മനസ്സ് കൂടി എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന എന്ത് വൃത്തികേടും കയറി പറഞ്ഞിട്ട് ഇപ്പോഴും പോലും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് അടക്കമുള്ള ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ പറയുന്ന ഇത്തരത്തിൽ വൃത്തികേടില്ലെങ്കിലും എനിക്ക് തോന്നുന്നു കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് മാറ്റങ്ങൾ, ഭാഷ അത്യാവശ്യം നല്ലതായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ഇതൊരു മാറ്റമാവട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ ഇത് വലിയ ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല സാധാരണക്കാരിലേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അവരും പരാതിയായിട്ട് പോകുന്ന സമയത്ത് അവർക്കും ഇതുപോലുള്ള നടപടികൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് അവർക്കും പെട്ടെന്ന് നീതി നടപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അത്രയും നല്ല രീതിക്ക് പോകുന്നതായിരിക്കും. അതല്ലാതെ ഈ പറയുന്ന ഫെയിമും സെലിബ്രിറ്റി മോഡ് മാത്രം വെച്ചുകൊണ്ട് മാത്രമാണ് നീതി നടപ്പിലാക്കുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്.